ഇപ്പം നമ്മുടെ മാർവൽ ഡി സി അങ്ങനെയുള്ള മാർവൽ ഡി സി മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും അതിൻ്റെ ഒരു അടുത്ത പാർട്ടിലേക്ക് ലീഡ് എടുക്കുന്ന പോലെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ ഇപ്പം നോർമലി എല്ലാ പടങ്ങളിലും നമ്മൾ കണ്ടുവരുന്നതാണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മളത് നമ്മുടെ സൂപ്പർ ഹീറോ മൂവീസ് പ്രത്യേകിച്ച് മാർവൽ ഡി സി പടങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഓൾറെഡി തന്നെ ഇതേപോലെ ഒരുപാട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് എടുത്തു വെച്ചിട്ട് ഇതുവരെ എങ്ങും എത്താതെ ഓൾമോസ്റ്റ് ഇല്ലാതായി പോയിട്ടുള്ള ഇനി അതിനൊരു പ്രസക്തി ഇല്ലാതായിട്ടുള്ള കുറച്ച് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിലൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. അങ്ങനെ നമ്മളിതിൽ ആദ്യം തന്നെ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫ്ലാഷിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. ആ ഫ്ലാഷ് മൂവി ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഡി സി യു പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് നമുക്കറിയാം. കാരണം ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി കൊണ്ടിട്ട് മൊത്തം ഡി സി യുവിന് റീബൂട്ട് ചെയ്യും, എന്നിട്ട് നമ്മുടെ ജെയിംസ് ഗൺ യൂണിവേഴ്സ് തുടങ്ങുന്നൊക്കെ പറഞ്ഞ ടൈമിന് മൊത്തം റീസെറ്റ് ചെയ്യുന്ന പോലെയാണ് ആ ഫ്ലാഷ് മൂവി മാർക്കറ്റ് ചെയ്ത് ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ആ പടത്തിന് ഇതിന് മുമ്പുള്ള പടങ്ങളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ പുതിയ ഡി സി ആയിട്ടോ വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ അതിൻ്റെ എൻഡിങ്ങിൽ നമ്മുടെ ഫ്ലാഷ് തിരിച്ച് പുള്ളിയുടെ യൂണിവേഴ്സിലേക്ക് തന്നെയാണെന്ന് വിചാരിച്ച് തിരിച്ചു വരുമ്പോൾ അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവുന്നത് യൂണിവേഴ്സ് മാറിപ്പോയെന്ന്. കാരണം പുള്ളി പോകുമ്പോൾ നമ്മുടെ ബെൻ അഫ്ലെക്കിൻ്റെ ആയിരിക്കും ബാറ്റ്മാൻ ആയിട്ടുണ്ടാവുക, പക്ഷേ തിരിച്ചു വന്നപ്പോൾ വേറെ ബാറ്റ്മാൻ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. പുള്ളി തിരിച്ചു വരുമ്പോൾ വേറെ ബ്രൂസ് വെയിൻ ആയിരിക്കും പുള്ളി കാണുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് പുള്ളി വേറെ ഏതൊരു യൂണിവേഴ്സ് അതായത് മൊത്തത്തിൽ മാറിപ്പോയെന്ന്. പക്ഷേ അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ അക്വാമാനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അക്വാമാനെ കണ്ടിട്ട് പുള്ളി ഈ ബാറ്റ്മാൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മുടെ അക്വാമാൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ അക്വാമാനും നീ പോയി വന്നപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് മാറി, ബാറ്റ്മാനും മാറി, പക്ഷേ നീ പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ ഞാൻ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. ആക്ച്വലി ഈ ഫ്ലാഷിന് ശേഷമാണ് അക്വാമാൻ ദ ലോസ്റ്റ് കിട്ടണം, അതായത് അക്വാമാൻ്റെ സെക്കൻഡ് പാർട്ട് മൂവി വരുന്നത്. ആക്ച്വലി ഈ അക്വാമാനെയൊക്കെ നമ്മുടെ ഡി സി യുയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെയിംസ് ഗണ്ണിന് പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അക്വാമാനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ അത് മൊത്തത്തിൽ തന്നെ അതെല്ലാം ക്യാൻസൽ ചെയ്തു. സോ ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും വേസ്റ്റായി. പിന്നെ പണ്ടൊരു ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ പടം ഇറങ്ങിയായിരുന്നു, അതായത് നമ്മൾ ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുള്ള പടമായിരിക്കും. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ട്, ഫെൻറ്റാസ്റ്റിക് ഫോർ ദ റൈസ് ഓഫ് ദ സിൽവർ സർഫർ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ എൻഡിൽ നമ്മുടെ സിൽവർ സർഫർ പോയിട്ട് ആ ഗലാക്ടസിനെ ഇല്ലാതാക്കുന്ന പോലെ ആയിരിക്കും അത് എൻഡായിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ സിൽവർ സർഫർ മരിക്കുന്നില്ല, പുള്ളി വീണ്ടും കണ്ണ് തുറക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഫാൻറ്റാസ്റ്റിക് ഫോർ മൊത്തത്തിൽ റീബൂട്ട് ചെയ്ത് അത് പോയി. ഇനി എന്തായാലും അതിനെക്കുറിച്ചൊന്നും ആവാനൊന്നും പോകുന്നില്ല. ആ ഫാൻറ്റാസ്റ്റിക് ഫോർ ഇനി ഇല്ലല്ലോ. പിന്നെ ഒന്നാണ് വെനം ദ ലാസ്റ്റ് ഡാൻസ്. ആക്ച്വലി അതിൽ മെയിൻ വില്ലൻ നമ്മുടെ നള്ളാണ് ആ ജീവികളെയൊക്കെ ആ കോഡക്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെനത്തിനെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുന്നത് തന്നെ. പക്ഷേ വെനവും ആ കോഡക്സൊക്കെ ഓൾറെഡി ഇല്ലാതായിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ എൻ്റെ ഒരു കോക്രോച്ച് എസ്കേപ്പ് ആവുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വെനം അതുമായിട്ട് ബോണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ നമ്മുടെ താനോസ് ഈ അവഞ്ചേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ നേരിട്ട് വരാൻ വേണ്ടി പോകുന്ന പോലെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുക ഓക്കെ വെനത്തിൻ്റെ സ്റ്റോറി കഴിഞ്ഞു, പക്ഷേ ഈ നള്ളിനെ വെച്ചിട്ട് ഇവരെന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കുമല്ലേ. പക്ഷേ ആ സോണിവേഴ്സേ ഇവർ മൊത്തത്തിൽ കെട്ടും കടക്കി എടുത്തും പൂട്ടി കഴിഞ്ഞു. ഇനി അതിന് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ അടുത്തതാണ് ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയയിൽ നമ്മൾ കണ്ടിട്ടുള്ള ദ കാങ് കൗൺസിൽ. ആക്ച്വലി ആ ആൻഡ്മാൻ ആൻഡ് ദ വാസ്പിൽ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടാവും. അതിലൊന്ന് ഡയറക്റ്റ്ലി നമ്മുടെ ലോക്കി സീസൺ 2 ആയിട്ട് കണക്റ്റ് ആവുന്നതും ഒന്ന് നമ്മുടെ കാങ് ഡൈനസ്റ്റിക്കുള്ള ഒരു ലീഡുമായിട്ടും. അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ആദ്യം കാങ് ഡൈനസ്റ്റി പിന്നെ സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 പടമായിരുന്നു അനൗൺസ് ചെയ്ത്. പിന്നെ നമ്മുടെ കാങ്ങിൻ്റെ കയ്യിലിരിപ്പും ആ സ്റ്റോറി തന്നെ ഒരു ഫെയിലർ ആയതുകൊണ്ട് പിന്നെ ഡൂമിനെ വെച്ചിട്ട് അത് റീകാസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഡൂംസ്ഡേ ആയി. പക്ഷേ ഈ ക്വാണ്ടം മാനൊക്കെ ഇറങ്ങുന്ന ടൈമിൽ നമ്മുടെ കാങ് ആയിരുന്നു മെയിൻ വില്ലനായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പുള്ളീനെ ബേസ് ചെയ്തിട്ട് ആ കാങ് കൗൺസിലിൻ്റെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ ഷൂട്ട് ചെയ്ത്. പക്ഷേ പിന്നെ നമ്മുടെ ജോണത്തൻ മേജേഴ്സ് ഒരുപാട് കേസിലും കാര്യങ്ങളൊക്കെ പെട്ട് പുള്ളിയുടെ കയ്യിലിരിപ്പ് കാരണം അങ്ങനെ പുള്ളിനെ തന്നെ റീകാസ്റ്റ് ചെയ്തു, പുള്ളിനെ തന്നെ ആ റോളിൽ തന്നെ ഒഴിവാക്കി കളഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാർവലിൽ എങ്ങും എത്താത്തൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനായിട്ട് അതിരിക്കുകയാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ അതിൽ കാണിച്ച പോലെ നമ്മുടെ കാങ്ങിനൊന്നും ഇനി ക്ലിയർ ആയിട്ട് കാണാൻ പോകുന്നില്ല. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഡൂംസ്ഡേയിൽ ഡൂം വരുമ്പോൾ ഈ കാങ്ങിനൊക്കെ എന്താ സംഭവിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഈ കാങ്സിനൊക്കെ കൊന്ന പോലെയൊക്കെ എവിടെയെങ്കിലും കാണിച്ചേക്കാം. പക്ഷേ അതിൽ കണ്ടിട്ടുള്ള നമ്മുടെ ഇമ്മോർട്ടസ് കാങ്ങിനും ആ റാമട്ടൊട്ടിനൊന്നും ഇനി കാണാൻ പോകുന്നില്ല, അവരൊക്കെ പോയി മൺമറഞ്ഞു പോയി. പിന്നെ ഒന്നാണ് നമ്മുടെ ബ്ലൂ ബീറ്റിൽ. ആക്ച്വലി കുറേ പേരൊക്കെ ഇങ്ങനെ ഒരു പടം തന്നെ ഇറങ്ങി മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ സ്കാരബ് ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് ടെത്ത് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയാണ്. പക്ഷേ ആ ടെത്ത് കോഡ് മരിച്ചു. ആ സ്കാരബ് വെച്ചിട്ട് പുള്ളി ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം പുള്ളി കാണാതായിട്ടുള്ള പോലെ ആയിരിക്കും അത് കാണിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പുള്ളി മരിച്ചെന്നുള്ള രീതിക്കായിരിക്കും അത് ആ പടത്തിൽ കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ എന്തോ ഒരു സിഗ്നൽ മെസ്സേജ് വരുന്ന പോലെ പുള്ളി മരിച്ചിട്ടില്ല എന്നുള്ള ഒരു രീതിക്ക് കാണിച്ചിട്ടുണ്ടാവും, പുള്ളിയുടെ കുറച്ച് സൂട്ടൊക്കെ കാണിച്ചിട്ട്. അങ്ങനെ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണിച്ചിട്ട് അതായത് നമ്മുടെ ബ്ലൂ ബീറ്റിലിന് വീണ്ടും ഒരു സീക്വലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡി സി യുയിലേക്ക് കണക്ട് ചെയ്യുന്ന പോലെ ഒരു ലീഡ് വെച്ചിട്ടാണ് ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ എൻഡ് ആയിട്ടുള്ളത്. പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല, ഇനി ഉണ്ടാവുമെന്ന് പോലും അറിഞ്ഞൂടാ. കാരണം ഇത് ഇറങ്ങുന്ന ടൈമിൽ നമ്മുടെ ജെയിംസ് ഗൺ തന്നെ ഓൾമോസ്റ്റ് കൺഫേം ചെയ്ത കാര്യമാണ്, അതായത് പുള്ളിയുടെ പുതിയ ഡി സി യുയിൽ ഈ ബ്ലൂ ബീറ്റിൽ ഉണ്ടാവും എന്നുള്ള കാര്യം. അതായത് സത്യം പറയുകയാണെങ്കിൽ ഡി സിയുടെ ഫസ്റ്റ് പടം തന്നെ ഈ ബ്ലൂ ബീറ്റിലാണെന്നാണ് സത്യം.
പക്ഷേ ഇപ്പോൾ DC ആ സ്ലേറ്റൊക്കെ അനൗൺസ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലൂ ബീറ്റിലിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടില്ല. അതായത് 10 വർഷത്തെ സ്ലേറ്റ് എന്തായാലും പുള്ളി ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇതിനി ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവും തോന്നുന്നില്ല, ചിലപ്പോൾ ഉണ്ടായെന്നും വരില്ല. ഇനി അടുത്താണ് ഷീഹൾക്ക്. അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കില്ല, ആ സീരീസ് തന്നെ കാണാൻ പറ്റുന്നില്ല. പിന്നെയാണ് അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നിങ്ങൾ പറയാൻ വേണ്ടി വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്നാലും അങ്ങനെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അതിലുണ്ടായിരുന്നല്ലോ. അതായത് ഷാങ്ചി പടത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വോങ് ഓൾറെഡി നമ്മുടെ അബോമിനേഷനും കൊണ്ടുപോയിട്ട് കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പോലെ. അതേപോലെ തന്നെ ഇതിൻ്റെ എൻഡിലും ഷീഹൾക്കിൻ്റെ എൻഡിലും നമ്മുടെ എമിൽ ബ്ലോൺസ്കിനെ നമ്മുടെ വോങ് വന്നിട്ട് പുള്ളിയുടെ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അതെങ്ങോട്ടാണ് പോയത്, പിന്നെ എന്താ പറ്റിയത്, ഒരു അറിവുമില്ല. അതിനുശേഷം ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് വന്നു, അതിലും നമ്മുടെ വോങ് അബോമിനേഷനായിട്ട് ഇതാക്കുന്നൊന്നും കാണിക്കുന്നില്ല. ചിലപ്പോൾ പുള്ളിനെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഇനി അബോമിനേഷന് വലിയ റോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും തോന്നുന്നില്ല. ചിലപ്പോൾ അത് ഇനി വരാനും പോകുന്നില്ലായിരിക്കും. പിന്നെ ഒന്നാണ് നമ്മുടെ ഷെസാം 1ൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലുള്ള ഒരു കാര്യം നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു, അതും എവിടെ എത്തിയിട്ടില്ല. അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടിലും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. അതായത് നമ്മുടെ ബില്ലി ബാറ്റ്സൺ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അമാൻഡ വാളറിൻ്റെ നിർദ്ദേശപ്രകാരം 2 പേര് വന്നിട്ട് ആ ജസ്റ്റിസ് സൊസൈറ്റിയിലേക്ക് പുള്ളിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വരും. ഈ ജസ്റ്റിസ് സൊസൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ആഡം മൂവിയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഡോക്ടർ ഫേറ്റും ആറ്റം ഒക്കെ ഉള്ള ഒരു ജസ്റ്റിസ് സൊസൈറ്റി. ആ ജസ്റ്റിസ് സൊസൈറ്റിയിലേക്ക് നമ്മുടെ ഷെസാമിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ അറിയാലോ, ജെയിംസ് ഗൺ വന്നു, DC റീബൂട്ടായി, അങ്ങനെ അക്കാലത്തിൽ പൊലിഞ്ഞു പോയ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കൂടി. പിന്നെ അടുത്തതാണ് നമ്മുടെ സോണിയുടെ ക്രേവൺ ദ ഹണ്ടർ. കുറേ പേര് ഈ പടം കണ്ടിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം, കാരണം വലിയ അഭിപ്രായമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, വൻ ഫ്ലോപ്പുമായിരുന്നു പടം. പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര വലിയ കുഴപ്പമൊന്നും പടത്തിന് തോന്നിയില്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പടം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ക്രേവൻ്റെ എൻഡിലോട്ട് നമ്മുടെ ക്രേവൻ്റെ എൻ ക്രെഡിറ്റ് സീനായിട്ട് നമ്മുടെ ക്രേവൻ്റെ ബ്രദറായിട്ടുള്ള പുള്ളി കെമിലിയനായിട്ട് മാറുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അതായത് കെമിലിയൻ വേഴ്സസ് ക്രേവൺ എന്നുള്ള രീതിക്ക് സെക്കൻഡ് പാർട്ടോ അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനായിരിക്കും അവരുടെ പ്ലാൻ. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്, ഓഫ് കോഴ്സ് ആ മാഡം ബബിന് ശേഷം തന്നെ മൊത്തം ആ സോണിവേഴ്സ് അടി കിട്ടി, സോണിവേഴ്സ് തകർന്നു തുടങ്ങി. ഈ ക്രേവൺ ദ ഹണ്ടർ കൂടി ഫ്ലോപ്പ് ആയപ്പോൾ മൊത്തം സോണിവേഴ്സ് തന്നെ അവർ കുഴിച്ചങ്ങ് മൂടിക്കളഞ്ഞു. അതായത് ഒഫീഷ്യലി തന്നെ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി സോണിവേഴ്സിൻ്റെ ബന്ധപ്പെട്ടിട്ട് അങ്ങനത്തെ പടങ്ങൾ വരില്ല എന്ന് അവർ ഒഫീഷ്യലി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും ടാറ്റ ബൈ ബൈ. പിന്നെ വേറൊരു സംഭവം ഇറങ്ങിയായിരുന്നു, അതായത് നമ്മുടെ സാക്ക് സ്നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇറങ്ങിയായിരുന്നു. അതായത് 2017 ഇറങ്ങിയിട്ടുള്ള ജോഷ് വീഡൻ്റെ ജസ്റ്റിസ് ലീഗ് അല്ല, സാക്ക് സ്നൈഡറിൻ്റെ വിഷയം പ്രകാരമുള്ള പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന പുള്ളിയുടെ ഒറിജിനൽ ഫിലിം. അങ്ങനെ 4 മണിക്കൂർ കണ്ട ആ പടത്തിന് ലെങ്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ആ പടത്തിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല, കാരണം കുറച്ച് അത് ലെങ്ത് കൂടുതലായിരുന്നു. മെയിനായിട്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് പറയുന്നത് എന്താ, അടുത്ത പടത്തിലേക്ക് ഒരു ലീഡ് കൊടുക്കുന്ന പോലൊരു സാധനം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ, പക്ഷേ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. അതായത് മൊത്തം ആ പടം എൻഡ് ആയതിനു ശേഷം അടുത്ത നമ്മുടെ സാക്ക് സ്നൈഡറിൻ്റെ വിഷൻ പ്രകാരം എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളൊരു വിഷൻ പോലെ അതിൽ കാണിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ സൂപ്പർമാൻ ഈവിളായി മാറുന്നതും, നമ്മുടെ ഡാർക്ക് സൈഡ് വന്നിട്ട് അക്വാമാനെ കൊല്ലുന്നതും, പുള്ളിക്കാരൻ്റെ ട്രൈഡൻ്റ് എടുത്തിട്ട് നമ്മുടെ മെറ നടക്കുന്നതും, നമ്മുടെ ഫ്ലാഷൊക്കെ പുള്ളിയുടെ ആ സൂട്ടിൽ, ആ ഒരു സൂട്ടിലുള്ള ഫ്ലാഷ് ആയിരിക്കും ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനിൽ വന്നിട്ട് നമ്മുടെ ബാറ്റ്മാനെ വാൺ ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ നമ്മുടെ സാക്ക് സ്നൈഡറിൻ്റെ വിഷൻ പ്രകാരമുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു അടുത്ത ലീഡിലേക്ക് കൊടുക്കുന്ന പോലെ പുള്ളി ഓൾറെഡി തന്നെ അതിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാരണം ഫാൻസ് പറഞ്ഞിട്ടാണ് ഈ സ്നൈഡർ കട്ട് തന്നെ റിലീസ് ചെയ്തത്. സോ ഫാൻസ് വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത കണ്ടിന്യൂഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളി അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുള്ളത്. പക്ഷേ പിന്നീട് അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല, അതും അവിടെ തീർന്നു. ഇനി ഞാൻ കുറച്ച് പറയാൻ പോകുന്ന പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് അങ്ങനെ മുഴുവനായിട്ടും ഡെഡ് ആയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തള്ളി കളയാനും പറ്റത്തില്ല, എന്നാൽ ഏതാണ്ട് ഡെഡായി പോയി. അങ്ങനെയുള്ള കുറച്ച് പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഷാങ്ചിയിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ അതിൻ്റെ ഒരു സെക്കൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പോലെ നമ്മുടെ ഷാങ്ചിയുടെ അച്ഛൻ്റെ ആ ടെൻഡറിങ്സ് ഒക്കെ പുള്ളിക്കാരൻ്റെ അനിയത്തി എടുത്തിട്ട് പുള്ളിക്കാരത്തി നടത്തുന്ന പോലെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു പരാമർശങ്ങളും എവിടെയും ഉണ്ടായിട്ടില്ല. കാരണം മാർവലിനുള്ള സ്വഭാവമാണ്, കാരണം ഒരെണ്ണം എടുത്തു വെക്കും, പിന്നെ അത് മറന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു കണ്ടിന്യൂഷൻ ഇപ്പോൾ മാർവലിൽ ഇല്ല. സോ എന്തെങ്കിലുമൊക്കെ കാണിക്കുമായിരിക്കും. ചിലപ്പോൾ ഷാങ്ചിക്ക് എന്തെങ്കിലും ഒരു സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ അപ്പോൾ കാണിക്കുമായിരിക്കും. എന്തായാലും അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്കും സീക്രട്ട് വാർസിന് ശേഷമായിരിക്കും എന്തായാലും ഇനി ഷാങ്ചിയുടെ സെക്കൻഡ് പാർട്ടൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോഴേ വരാൻ ചാൻസ് ഉള്ളൂ. കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സീക്രട്ട് വാർസിന് ശേഷം മൾട്ടിവേഴ്സ് ആകെയല്ല, നമ്മുടെ മ്യൂട്ടൻസ് ആകെയാണ് വരാൻ വേണ്ടി പോകുന്നത്. സോ അതിൽ ഒരു അവഞ്ചറായിട്ടുള്ള ഷാങ്ചിയുടെ പടം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ്, നോക്കാം. പിന്നെ ഒന്നാണ് നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മൂൺ നൈറ്റിൻ്റെ എൻ ക്രെഡിറ്റിൽ നമ്മുടെ പുള്ളിയുടെ തന്നെ ആ മൂൺ നൈറ്റിൻ്റെ തന്നെ തേർഡ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ജേക്ക് ലോക്ലിനെ കാണിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ സ്റ്റീവൻ ഗ്രാൻഡും മാർക്ക് സ്പെക്ടറും അല്ലാത്ത മൂന്നാമത്തെ പേഴ്സണാലിറ്റി പുള്ളിയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ചില മാസ്മരികമായിട്ടുള്ള ചില ഫൈറ്റ് സീക്വൻസൊക്കെ അതിൽ കാണിച്ചിട്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെ പുള്ളിനെ ഒഫീഷ്യലി അത് റിലീസ് ചെയ്തിട്ടുണ്ടാവും. ഒരു സെക്കൻഡ് പാർട്ട് ലീഡ് പോലെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഇന്നേ വരെ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ കണ്ടിട്ടില്ല. മാത്രമല്ല ഇത് ഫ്ലോപ്പായെങ്കിൽ പോട്ടെ, മാർവൽ എടുക്കാത്തതാണെന്ന് വെച്ചേക്കാം. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഫാൻസുകൾക്കും ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീസൺ 2 ഇറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരു സാധനത്തിന് ഇതുവരെ ഇറക്കിയിട്ടില്ല. സോ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് വിചാരിക്കാം.
പിന്നെ ഇതിലൊരു സ്പെഷ്യൽ മെൻഷൻ പോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ആക്ച്വലി നമ്മുടെ അക്വാമാൻ ലോസ്റ്റ് കിങ്ഡത്തിന് ഒരു കറക്റ്റായിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അത് ഇറക്കുമ്പോൾ തന്നെ ഓൾറെഡി കൺഫേംഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു. DCU ആയിട്ട് ബന്ധമില്ലാത്ത, അതോടെ നമ്മുടെ DCEU അവിടെ തീർന്നു. DCU ആയിട്ട് അക്വാമാൻ 2-നൊന്നും ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അതിന് കാര്യമായിട്ട് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആക്ച്വലി ആ ഒരു പടത്തിന് ഒരു ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടായിരുന്നു. അത് ഒഫീഷ്യലായിട്ട് നമ്മുടെ ജേസൺ മോമോ തന്നെ കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ തന്നെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യമാണ്. അതായത് ബെൻ അഫ്ലെക്കിൻ്റെ ബാറ്റ്മാൻ റിട്ടേൺ ആവുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജേസൺ മോമോയും ബെൻ അഫ്ലെക്കിൻ്റെ ബാറ്റ്മാനൊക്കെ ഷൂട്ടിംഗ് സെറ്റിൽ ഇരിക്കുന്ന പോലുള്ള ഒരുപാട് സ്റ്റിൽസും കാര്യങ്ങളൊക്കെ. അതായത് ആ ടൈമിൽ നമ്മുടെ ഈ DCUവിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്ലാൻ ആയിരുന്നു DCക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഷസാമിനെ ഇവരൊക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള പ്ലാൻ. അതായത് നമ്മുടെ ഹെൻറി കാവിൽ സൂപ്പർമാനെ മാത്രം മാറ്റിയിട്ട് വേറെ രീതിക്ക് കൊണ്ടുപോകാനായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ നമ്മുടെ ജെയിംസ് ഗണ്ണ് കയറി അങ്ങനെയുള്ളൊരു കാര്യങ്ങളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലീഡ് കൊടുക്കുന്ന ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ പുള്ളി ഒഴിവാക്കി കളഞ്ഞു. സോ ഇത്രയാണ് നമ്മുടെ DC മാർവലിലൊക്കെ ഓൾമോസ്റ്റ് ഡെഡ് ആയിട്ടുള്ള ചില പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ്. ഇതിൽ ചിലതൊക്കെ ഓൾറെഡി ഡെഡായി കഴിഞ്ഞു. ഇനി എന്തായാലും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ലാസ്റ്റ് ഞാൻ പറഞ്ഞുള്ള ഒരു 2-3 എണ്ണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാലത്തൊക്കെ വന്നേക്കാം. അതേപോലെയുള്ള കുറച്ചും കൂടി ഉണ്ട്. അതായത് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ നമ്മുടെ ക്ലിയനെ ഒരു ഇൻകേഷൻ തടയാനെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് വിളിച്ചുകൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പോയ പുള്ളിയാണ്. പിന്നെ എന്തായി എവിടെയായിരുന്നു ഒരു അഡ്രസ്സും ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ തോർ ലവ് ആൻഡ് തണ്ടറിൻ്റെ എൻഡിൽ ജ്യൂസിൻ്റെ മകനായിട്ടുള്ള ഹെർക്കുലീസിനെ കാണിച്ചിട്ട് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അതിനും ഒരു അഡ്രസ്സും ഇല്ല ഇതുവരെ. ചിലപ്പോൾ Thor 5 ഇറങ്ങുവാണെങ്കിൽ അതിൽ നമ്മുടെ മെയിൻ വില്ലനായിട്ട് ചിലപ്പോൾ ഹെർക്കുലീസ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. പക്ഷേ Thor 5 ഒന്നും ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി എന്തായാലും ഡൂംസ്ഡേ സീക്രട്ട് വാർസൊക്കെയാണ്. ഒന്നെങ്കിൽ ഡൂംസ്ഡേയോ സീക്രട്ട് വാർസോ ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മുടെ തോറിനെ മിക്കവാറും ഒരു മയ്യത്താക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ, അങ്ങനെ മയ്യത്താവുകയാണെങ്കിൽ ആ ഹെർക്കുലീസിൻ്റെ കാര്യം തീരുമാനമായല്ലോ. സോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.